ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ത് ആഘോഷമായാലും ആദ്യം നമുക്ക് മധുരം തയ്യാറാക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നല്ലൊരു സേമിയ പായസമായിരിക്കും. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ സേമിയ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഉരുളി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് മുന്തിരി ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മുന്തിരി എടുത്തിട്ടുള്ളത്. മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമുക്ക് മുന്തിരി എല്ലാം ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന ആ ഒരു നെയ്യിലേക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. വറുത്ത വെർമിസെല്ലിയാണ്. വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, വറുത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ സേമിയ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. സേമിയ ചേർത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണ്. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് മാത്രമേ ഞാനിതിപ്പോൾ വറുക്കുന്നുള്ളൂ. വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ആകുന്നതുവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഞാനൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ വീണ്ടും ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പശുവിൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. കവർ പാല്, പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, 1 ലിറ്റർ അളവിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മളിപ്പോൾ കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെ ആ ഒരു പാടയൊക്കെ ഒന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതിൻ്റെ കളർ മാറിപ്പോകും. അതുപോലെ തന്നെ ഈ പാൽപ്പാട വന്നിട്ട് മുകളിൽ കെട്ടാനും സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ 1 ലിറ്റർ അളവിൽ പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ സേമിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സമയം കൊണ്ട് ഒരു പകുതിയിലധികം നമ്മുടെ ഈ സേമിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വേകാനായിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പുറത്ത് ആ പാൽപ്പാട കിട്ടാൻ വേണ്ടി അങ്ങനെ വിടരുത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ സേമിയ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരല്പം കൂടി ഒന്ന് കുറുകിയും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി. ഈ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല, പകരം പഞ്ചസാര മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല കറക്റ്റ് മധുരമായിരിക്കും. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് അളവിൽ മാത്രം പഞ്ചസാരയും ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ചേർക്കരുത് പഞ്ചസാര, എങ്കിൽ പിന്നെ നല്ല മധുരമായി പോകും. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. ഏലക്കാപ്പൊടി ചേർക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പായസം തയ്യാറാക്കി തുടങ്ങി അത് കംപ്ലീറ്റ് ആകുന്നതുവരെ നമ്മൾ അതിനടുത്ത് തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഇട്ടിട്ട് എങ്ങോട്ടേക്കും പൊയ്ക്കളയരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇത്രയും കട്ടിക്കാണ് കേട്ടോ നമ്മുടെ സേമിയ പായസം ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായിട്ട് തയ്യാറാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് കുറുകി വരും. അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലിനി ചേർക്കേണ്ട ആവശ്യമില്ല, പകരം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്തുമാത്രം രുചികരമായിട്ടുള്ളൊരു സേമിയ പായസമാണെന്ന്. അപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒരു സേമിയ പായസം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.